കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടുന്ന് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവം. ഡെഡായി എന്ന് ചിന്തിക്കുന്ന സകല വിഷയങ്ങളെയും ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ജീവിക്കത്തില്ല എന്ന് പിശാച് പറയുന്ന ഇടത്ത് തന്നെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. പിശാച് വന്നത് അറയ്ക്കാനും മുടിപ്പാനും ഇല്ലാതാക്കാനും അപഹരിക്കാനും ഒക്കെയാണ്. എന്നാൽ കർത്താവ് വന്നത് മുടിക്കാനല്ല, ഇല്ലാതാക്കാനല്ല, ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ തരാനും. ജീവൻ്റെ ഒരു സമൃദ്ധി നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നടക്കും, നമ്മൾ സഞ്ചരിക്കും, നമ്മൾ ദൈവകൃപയുടെ ആഴങ്ങൾ എത്തും. ഇല്ലാതാക്കാൻ നോക്കുന്ന ഇടത്ത് ജീവൻ തരാൻ, ജീവിപ്പിക്കാൻ, ജീവൻ്റെ വഴി കാണിച്ചു തരാൻ എൻ്റെ കർത്താവിന് കഴിയും. റോമാ ലേഖനത്തിൽ പറയുന്ന പ്രസ്താവന വളരെ സത്യമാണ്. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ളവനുമായ കർത്താവ്, ജീവനുള്ള ദൈവം. ആ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അതും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. തൻ്റെ ആശ മനുഷ്യമായി നോക്കിയാൽ നടക്കില്ല. ശരീരം നിർജീവത്വം വന്നു. സാറയുടെ ഗർഭപാത്രവും നിർജീവമായി പോയി, പൈസയൊന്നു. പക്ഷെ ഇപ്പുറത്ത് താൻ വിശ്വസിച്ച ഒരു ദൈവം ആരാന്ന് അബ്രഹാമിനറിയാം. മരിച്ച വിഷയങ്ങളെ, മരിച്ച ശരീരത്തിൻ്റെ കോശങ്ങളെ ഇന്നും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ശരീരത്തിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ തലമുറയുടെ വിഷയങ്ങളാകട്ടെ, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രതിസന്ധികൾ ആകട്ടെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കാണ് അത് വലിയ പ്രതിസന്ധി എന്ന് തോന്നുന്നത്. യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവത്തിന് വലുത് എന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കധികം പ്രയാസമുള്ളത് അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരാൻ. ദൈവത്തിന് വലുത് എന്നില്ല എന്ന് പറയാൻ കാരണം 1 രൂപയും 10,000 രൂപയും 25,000 1,00,000 എല്ലാം എൻ്റെ ദൈവത്തിനൊരു പോലെ. ചെറിയ പനിയും വലിയ അസുഖങ്ങളും ദൈവത്തിന് ഒരുപോലെ സൗഖ്യമാക്കാൻ കഴിയും. ചെറിയ തകർച്ചയാണോ, തകർച്ചയുടെ പാരമ്യത്തിലാണോ, കൈവിട്ടുപോയ വിഷയമാണോ, എൻ്റെ കർത്താവിന് അതിനെ ജീവിപ്പിക്കാൻ കഴിയും. വിശ്വസിക്കാൻ തയ്യാറാവണം. യേശു ഇന്നും ജീവിക്കുന്നു. ആ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുന്നു. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റോ, അസത്യമാണ്. ആ കർത്താവ് ജീവിപ്പിക്കുന്നവനാണ്, ശക്തീകരിക്കുന്നവനാണ്, ബലം കൽപ്പിക്കുന്നവനാണ്, ഉച്ചരിക്കുന്നവനാണ്, പണിയുന്നവനാണ്. അവിടുത്തെ മുൻപാകെ ഇന്ന് പകലിലും നമുക്കൊന്നേൽപ്പിച്ചു കൊടുത്ത് കർത്താവെ അങ്ങനെ സഹായിക്കണമേ എന്ന് പറയാൻ തയ്യാറാകുമോ? ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. അവിടുത്തെ ബലമുള്ള കരം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. എസ്കേൽ പ്രവചനം 11-1 വാക്യം. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് യഹോവയുടെ ആലയത്തിങ്കൽ കിഴക്കോട്ട് ദർശനമുള്ള കിഴക്കേ പടിവാതിക്കൽ കൊണ്ടുപോയി. ആ ഒരു ഭാഗം മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അനന്തരം ആത്മാവ് എന്നെ എടുത്ത് കൊണ്ടുപോയി.
ആത്മാവ് എടുത്തുകൊണ്ടുപോയി. ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകും. നോക്കൂ, കെബാർ നദി, 1-ാം അധ്യായം പരിശോധിക്കണം. കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് താൻ ദിവ്യദർശനങ്ങളെ കണ്ടത്. ആത്മാവ് തൻ്റെ മേൽ വരികയാണ്. വന്നപ്പോൾ താൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ആത്മാവ് ഒരുവൻ്റെ മേൽ വന്നാൽ അവൻ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് അടങ്ങിയിരിക്കാനല്ല മൂവ് ചെയ്യും. അക്ഷരാർത്ഥത്തിൽ മൂവ് ചെയ്യും. ശക്തി ലഭിച്ചവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ആത്മമണ്ഡലത്തിനും അവൻ ചലിക്കും. ഇവിടെ കണ്ടോ, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ എടുത്തുകൊണ്ടുപോയി. ആത്മാവ് എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ആത്മാവ് മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ നിയന്ത്രണം, തലമുറകളുടെ നിയന്ത്രണം, ദൈവസഭകളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ ഇന്നു പകൽ പ്രാർത്ഥിക്കൂ. ദൈവാത്മാവ് നിങ്ങളെ എടുക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് എടുക്കും. നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് കരങ്ങളിലെടുക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കരങ്ങളിലെടുത്താൽ അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ടു വരും. അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങൾ നടക്കുമ്പോൾ വെളിപ്പെട്ടു വരും. നിങ്ങൾ ചലിക്കുമ്പോൾ ഉണ്ടാകും. നിങ്ങൾ കൈ കൊടുക്കുമ്പോൾ ഉണ്ടാകും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത് മേടിക്കാവുന്ന സകലത്തെക്കാളും വലുതാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്നുള്ളത്. അഭിഷക്തയ്ക്ക് അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നാളുകളിൽ നടക്കേണ്ട വിഷയം പോലും ദൈവാത്മാവ് നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കണ്ടുകൊണ്ടിരിക്കും. അടുത്ത ഭാഗം അതാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എടുത്തുകൊണ്ട് പോയി പ്രവേശനത്തിങ്കൽ 25 പുരുഷന്മാരെയും അവരുടെ നടുവിൽ ജനത്തിൻ്റെ പ്രഭുക്കന്മാരായ അസൂരിൻ്റെ മകൻ യെസന്യാവിനെയും, നോക്കൂ, ബെനയാവിൻ്റെ മകൻ പെലത്യാവിനെയും കണ്ടു. അപ്പോൾ ദൈവം ചിലത് കാണിക്കുക. ആത്മാവ് എടുത്തുകൊണ്ടുപോയി. നമുക്കറിയാം, പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആത്മാവിൽ താൻ കാണേണ്ടത് കാണുകയാണ്. ഈ പകൽ ദൈവാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, പരിശുദ്ധാത്മാവിൽ ചിലത് കാണാൻ, വെളിപ്പാടുകൾ കാണാൻ, ദർശനങ്ങൾ കാണാൻ, സ്വപ്നങ്ങൾ കാണാൻ, ആത്മമണ്ഡലത്തെ തിരിച്ചറിയാൻ, നാളുകളിൽ നടക്കുന്നത് പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിൽ കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുക്കണം. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ അതെടുക്കുള്ളൂ. ഞാനൊരു ഭാഗം കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ എനിക്ക് നിയോഗമുണ്ട്. വളരെ സുപരിതമായ വാക്യമാണ്, വളരെ അറിയാവുന്ന ഒരു ഭാഗമാണ്. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവനെ സ്നാനം കഴിപ്പിച്ചു. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിച്ചു. അതാണ് സംഭവം. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ പിന്നെ ഫിലിപ്പോസിനെ കണ്ടില്ല. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിലാണ് കാണുന്നത്. നോക്കൂ, ഒരു വലിയ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ എടുക്കുകയാണ്. പ്രിയരെ, കർത്താവിനു വേണ്ടി നിന്നവനെ, നടക്കാൻ പറഞ്ഞവനെ, നിർജ്ജന പ്രദേശത്തേക്ക് ഹല്ലേലൂയ പോകാൻ പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്ത് മുൻപോട്ട് പോയപ്പോൾ നമുക്കറിയാം, എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ രാജ്യത്തെ ധനകാര്യ മന്ത്രി ഷണ്ണൻ വരികയാണ്. അവൻ തേരിൽ വരുമ്പോഴും ദൈവാത്മാവ് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്ക ഫിലിപ്പോസേ. ഫിലിപ്പോസ് നടക്കാൻ തയ്യാറായി, തേരിനകത്തേക്ക് കയറാൻ തയ്യാറായി.
നോക്കൂ, കയറിയപ്പോൾ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഷണ്ണന് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തയ്യാറായി. കൊടുത്തതിന് ശേഷം ഷണ്ണൻ സ്നാനപ്പെടണമെന്ന് പറയുന്നു. ചരിത്രം നമുക്കെല്ലാം അറിയാം. ഷണ്ണനെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി അവരിരുവരും വെള്ളത്തിൽ ഇറങ്ങിയതിന് ശേഷം ഷണ്ണനെ സ്നാനപ്പെടുത്തി. ഫിലിപ്പോസ് അവർ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടു പോകുകയാണ്. ഇന്നു പകൽ ആത്മാവിന് വിധേയപ്പെടുന്ന ചിലരെ, ദൈവപ്രവർത്തിക്ക് വേണ്ടി നിൽക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് എടുക്കും കേട്ടോ. ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളൊരു ആശ്ചര്യമാകാൻ പോകുക, ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അടയാളമാകുക, ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ചോദ്യചിഹ്നമല്ല ആശ്ചര്യചിഹ്നമാകാൻ പോകുക. ആത്മാവിനാൽ നടത്തപ്പെടാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഇന്ന് പകലും ദൈവസഭകൾക്കുള്ളിൽ, കുടുംബത്തിനുള്ളിൽ ഉപയോഗിക്കുന്നു. നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. ആത്മാവ് നിങ്ങളെ നടത്തിയാൽ നിങ്ങൾ പറഞ്ഞാൽ പറയുന്നത് പോലെ സംഭവിക്കും. ആത്മാവ് നടത്തിയാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. ആത്മാവ് എടുത്തുകൊണ്ട് പോയാൽ, പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കൽപ്പിച്ചാൽ അതുപോലെ ആ സമയത്ത് സംഭവിക്കും. ആത്മാവ് എടുത്തുകൊണ്ട് പോയാൽ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടാൻ പറ്റില്ല. ആത്മാവ് എടുത്തുകൊണ്ട് പോകുന്നവൻ്റെ മുഴുവൻ കൺട്രോളും പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുക്കുമെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നിങ്ങളുടെ മേൽ നിയന്ത്രണമില്ലെന്നൂടെ ഇന്ന് പകൽ മനസ്സിലാക്കണമേ. ആത്മവിവശതയിലായ ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച ഒരു മനുഷ്യനെ പത്മോസിൽ പരിശുദ്ധാത്മാവ് യൂസ് ചെയ്യാൻ തുടങ്ങി. നാളെ നടക്കേണ്ട വെളിപ്പാടുകൾ, ലോകരാജ്യങ്ങൾക്ക് വെളിപ്പെടേണ്ട മഹാരഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ മറ്റാർക്കും അത് വെളിപ്പെട്ടില്ല. ഈ പകൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ചിലർ എടുക്കപ്പെടാൻ തയ്യാറുണ്ടോ? എന്നെ ആത്മാവെ ഒന്ന് എടുക്കണമേ. ആത്മാവിൻ്റെ ഇടപെടലിനകത്ത് എന്നെ ഒന്ന് കൊണ്ടുവരണമേ എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവ് ചിലരെ എടുക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് എടുത്താൽ പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരും. പ്രൈസ്. ആർക്കും വെളിപ്പെടാത്ത ചിലത് നിങ്ങളെ കാണിച്ച നോക്കൂ. എലിശ എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മശക്തിയിൽ നടക്കുന്ന മനുഷ്യനായിരുന്നു. ലോകരാജ്യങ്ങൾ പരിശുദ്ധാത്മാവിൻ ഈ ദിവസങ്ങൾ നടക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവാത്മാവ് ചിലരെ മാറ്റിമറിക്കുന്നു. ചില സഭകളെ എടുത്തുപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എലിശ അക്ഷരീകമായി നോക്കൂ, ആ മനുഷ്യന് മാനുഷികമായ വലിയ കഴിവുണ്ടായിരുന്നു ഇല്ല. പക്ഷേ പ്രാർത്ഥന മനുഷ്യൻ, ആത്മാവിൽ നടക്കുന്ന മനുഷ്യൻ, ഇസ്രായേൽ രാജ്യത്ത് വരുന്ന സകല പൈശാചിക തന്ത്രങ്ങളെയും ശത്രു രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ ഏതുവഴിയാണ് വരുന്നതെന്ന് മനുഷ്യന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി രാജ്യത്തെ പലതവണ രക്ഷിച്ചെങ്കിൽ ഈ പകൽ ആത്മാവിൽ നടക്കുന്ന ഒരു വ്യക്തി കുടുംബങ്ങളെ രക്ഷിക്കുന്ന, ദേശത്തെ രക്ഷിക്കുന്ന, ദൈവസഭകൾക്ക് വരുന്ന ചില പ്രതിസന്ധികളെ കണ്ട് ആത്മാവിൽ വെളിപ്പാട് വിളിച്ചു പറയുന്ന തലത്തിലേക്ക് ദൈവത്തിന് ചിലരെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. വിശ്വസിക്കുന്നവർ പറ, എന്നെ ആത്മാവിനാൽ ഒന്ന് നയിക്കണമേ. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിച്ചിരിക്കാൻ സ്തോത്രം. ആത്മാവിൻ്റെ വലിയ ഇടപെടിയിൽ നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ വെളിപ്പെടുത്തി ആദരിച്ചിരിക്കാൻ സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ. ആത്മാവിൽ ഞങ്ങൾ ചെയ്ത് കൽപ്പിക്കട്ടെ. ആത്മാവിൽ ഞങ്ങൾ കാണട്ടെ. ആത്മാവിൽ മർമ്മങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കാമോ? ദൈവമേ, അങ്ങയുടെ ആത്മാവെന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോണേ. അങ്ങയുടെ ആത്മാവ് എൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ. എൻ്റെ വിഷയങ്ങളെ ആത്മാവ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകൂ. ദൈവം വൻ കാര്യങ്ങൾ നിങ്ങളിലൂടെ ചെയ്യും. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.